ഹായ് ഫ്രണ്ട്സ്, സുമ ലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും ചേർത്ത് നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെയൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തക്കാളിയും ഗ്രീൻ ബീൻസും ക്യാരറ്റും സോയാബീനും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നാളികേരപ്പാൽ 2 പാലാണ് ചേർക്കുന്നത്. കുറച്ച് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ 1 പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി. ഇനി കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബൈ.